മനസ്സുകളിൽ നിന്ന് ജനിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങൾ. ഭാഗം 4. ഊർജത്തെ ഏതവസ്ഥയിലേക്കും പരിവർത്തനം ചെയ്യുന്നതിന് സാധ്യമാകുന്നു എന്നതുപോലെ ജീവശരീരങ്ങളിൽ കുടികൊള്ളുന്ന സർവോർജ സംഗമശേഷിയെയും ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിയെടുക്കാനാവുന്നു. വ്യക്തിയുടെ കർമ്മശേഷി എന്നത് മുമ്പേ പ്രവർത്തിച്ച് നേടിയ ആകശേഷിയുടെ ബഹിർസ്ഫുരണം ആണെന്നിരിക്കലും അത് എവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മനസ്സ് തന്നെയാണ്. മനസ്സ് വേണ്ടും വണ്ണം വളരാതെയും യാഥാർത്ഥ്യം കണ്ടെത്താനാകാതെയും ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയും ഒപ്പം പ്രവർത്തനശേഷി ശക്തമായിരിക്കുകയും ചെയ്യുന്ന പക്ഷം ശേഷിയുള്ള ആ ജീവൻ കുറ്റകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത അധികമാണ്. എല്ലാ ജീവന്റെയും ആത്യന്തിക ലക്ഷ്യം സ്വയമായ പ്രവർത്തിച്ചെടുക്കൽ എന്നതാണെങ്കിലും പ്രവൃത്തിയുടെ ആദ്യാനുഭവം ക്ലേശമുള്ളതും പിന്നീട് ഫലം ലഭിക്കുന്ന വിധത്തിലുമാണ് പ്രകൃതിയിൽ മിക്കവാറും സംഭവിക്കുന്നത്. ജീവാരംഭം മുതലുള്ള പ്രവർത്തനങ്ങളുടേതായ എല്ലാ മേഖലകളിലും മേൽപ്പറഞ്ഞ പ്രകാരമാണ് കാണാനാവുന്നത്. ജീവൻ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചതിന് ശേഷം ഫലവത്തായി തീരുന്നു എന്ന അനുഭവം ഒന്നിൽ നിന്നും മാറ്റി നിർത്താൻ ആവുന്നതല്ല. സൂക്ഷ്മതരമായ കാരണങ്ങളും പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളും വിവേചിച്ചറിയാൻ പ്രാപ്തിയുള്ള മനസ്സുകളുടെ നിയന്ത്രണത്തിന്റെയോ തിരിച്ചറിയാനുള്ള സ്വന്തം ശേഷിയുടെ കുറവുകൊണ്ടോ ക്ഷണിക ഫലങ്ങൾക്ക് വേണ്ടി സാധാരണ മനസ്സുകൾ മറ്റു ജീവനുകളുടെ സമ്പാദ്യത്തെ പിടിച്ചെടുക്കുന്നതിനായി പ്രയത്നിക്കുന്നു. ഇവിധം പ്രവർത്തിച്ച് വരുന്നതിൽ നിന്ന് അനുഭവപ്പെടുന്ന ഗുണം മറ്റേതെങ്കിലും ജീവന്റെ പ്രവർത്തികളുടേതും സങ്കല്പങ്ങളുടേതും ആയിരിക്കുന്നത് നിമിത്തം പിടിച്ചെടുക്കുന്ന ജീവനുമായി പിടിച്ചെടുക്കപ്പെടുന്ന ജീവന്റെ സങ്കല്പം എന്ന എന്തിനേയും നിർമ്മിക്കുന്നതും വ്യതിചലിപ്പിക്കുന്നതുമായ ശേഷി പൊരുത്തപ്പെടാതെ വരികയും ചെയ്യുന്നു. സമൂഹം എന്ന ജീവനുകളിൽ സൂക്ഷ്മമായി സൃഷ്ടിക്കപ്പെടുന്ന പൊരുത്തക്കേടുകളാകുന്ന ഈ അവസ്ഥയെ അക്രമ പ്രവർത്തനങ്ങൾ എന്നു പറയുന്നു. ഇങ്ങനെ സംഭവിക്കുകയെന്നാൽ സാധാരണ ജീവപ്രവർത്തനങ്ങളിലൂടെ ശേഷിയാർജിക്കലിനു വേണ്ടി മറ്റു ജീവികളെ ഭക്ഷിക്കുക എന്നതിനു തുല്യമായ അന്യസങ്കല്പശേഷിയെ ജീവനോട് ചേർക്കുക എന്ന പ്രവർത്തനവുമാകുന്നു. ഭക്ഷണത്തിന്റെ ഗുണവൈവിധ്യങ്ങൾക്കനുസരിച്ച് ജീവന്റെ സ്വഭാവവും ശേഷിയും ആരോഗ്യസ്ഥിതിയും മാറിവരുന്നതുപോലെ അധികാരവും ശക്തിയുമായി നിലകൊള്ളുന്ന ജീവന്റെയും മനസ്സിന്റെയും സമ്പാദ്യങ്ങൾ പിടിച്ചെടുക്കുക നിമിത്തം നടക്കുന്ന മനസ്സുകളുടെ സംഘടനകൾ മൂലമായി ലക്ഷ്യബോധം എന്നത് പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് വിട്ടകന്നു പോവുകയും കേവലം താൽക്കാലികവും ഭൗതികവുമായ നേട്ടങ്ങൾ എന്നതായി തീരുകയും ചെയ്യുന്നു. മനസ്സുകളിലും ജീവിതം എന്ന ഊർജ വിനിമയത്തിലും സംഭവിക്കുന്ന ഈ അവസ്ഥയാണ് ക്രിമിനലുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭീകരത എന്നത്. ജീവികൾക്ക് പൊതുവായി തന്നെ സ്വന്തം ജീവഗുണത്തെ ഭക്ഷിക്കുന്നത് ഊർജവിനിമയം എന്ന നിലയിൽ ഗുണകരമായി അനുഭവത്തിൽ വരുന്നില്ല എന്ന് പറയാം. ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രകൃതി എന്ന സൂക്ഷ്മവിശേഷം മുൻപറഞ്ഞ പ്രകാരമായിരിക്കെ സ്വമേധയാ സംഭവിക്കുന്ന വിരക്തി എന്നതായി ഒട്ടുമിക്ക ജീവികളും സ്വന്തം ജീവഗുണം തന്നെയായ സ്വവർഗത്തിൽപ്പെട്ട ജീവികളെ ഭക്ഷിക്കാതിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു. ഈ തത്വത്തിൽ സ്വന്തം ജീവഗുണം തന്നെയായ മറ്റൊരു വ്യക്തിയുടെ സമ്പാദ്യം ആക്രമിച്ചും കുൽസിത മാർഗങ്ങളിലൂടെയും കൈയടക്കാൻ ആർക്കും അവകാശമില്ലാത്തതാകുന്നു. സ്വന്തം കർമ്മഫലം എന്ന നിലയിൽ അവകാശപ്പെടാത്ത അന്യജീവനുകളുടെ സമ്പാദ്യം പിടിച്ച് അടക്കുക എന്ന പ്രകൃതിയുടെ ക്രമം തെറ്റിയ പ്രവർത്തനഗതി സൃഷ്ടിക്കുന്ന അസ്വസ്ഥത ഏതും അക്രമ പ്രവർത്തനങ്ങളായി വരുന്നു. ഓരോ കാലഘട്ടത്തിനും സാഹചര്യങ്ങൾക്കും ഒത്തവണ്ണം ഇவ்விധം ലോകത്ത് അടിസ്ഥാനപരമായി സംഭവിക്കേണ്ടിയിരിക്കുന്ന കാര്യകാരണബോധത്തിന്റെ അപര്യാപ്തതയിലൂടെ സംഘടനകളും വിജയപരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവനുകളുടെ വൈവിധ്യങ്ങളുള്ള പ്രവർത്തനശേഷിയെയും കഴിവുകളെയും അധികാര അവകാശങ്ങളെയും
ഉയർന്ന മനഃശക്തിയുടെ അറിവും ലക്ഷ്യബോധവുമുള്ള വിചാരശേഷി കൊണ്ട് ക്രമീകരിക്കുമ്പോൾ ഓരോ ജീവനും അർഹതയ്ക്ക് ഒത്തവിധം ഗുണകരം ആയിത്തീരത്തക്ക വിധം ഒന്നായി ഒരൊറ്റ സമൂഹമായി പ്രവർത്തിച്ച് നിൽക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു. കാൽപ്പനികതയൊന്നുമില്ലാതെ പ്രാപഞ്ചിക തത്വം മാത്രമായ ഇത്തരത്തിലുള്ള എല്ലാ സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളും കണ്ടറിയുന്ന പൂർണ്ണ മനസ്സ് എന്ന വികാസം സംഭവിച്ചാൽ ലോകത്തിലെ മുഴുവൻ ശേഷികൾക്കും ഒന്നായി സംഗമിച്ച് നന്മയുടെ അതിശക്തമായ ഊർജമായി പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നതിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ പിടിച്ചെടുക്കുന്ന ജീവന്റെ മനോനിലയാകുന്ന കണ്ടെത്തലുകളും ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും എന്താകുന്നുവോ അതുതന്നെയാണ് പിടിച്ചെടുക്കപ്പെടുന്ന ജീവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അനുഭവങ്ങളെ സൃഷ്ടിക്കുന്ന ശേഷിയാകുന്ന ആരാധനാ സ്വഭാവവും. കുറ്റവാളികളായി അറിയപ്പെടുന്ന ശേഷികൾ നിയമങ്ങൾ എന്ന ശക്തി കൂടിയ സങ്കല്പങ്ങൾ മുഖേന പിടിക്കപ്പെടുകയും സ്വന്തം ശേഷി എന്നത് മുമ്പ് എന്ന പോലെ വിനിയോഗിക്കപ്പെടാത്ത ഊർജമായി നിയമങ്ങളുടെ നിയന്ത്രണങ്ങളിലൂടെ ജീവനിൽ തന്നെ സംഭരിതമായി മറ്റൊരു ശേഷിയായി പരിവർത്തിതമാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ വിദൂര ദേശത്തിന്റെ ഏകാന്തതയിലും അപരിചിതത്വത്തിലും കാഴ്ചപ്പാടുകളിലും ഭീകരതകളിലും ജീവിക്കാൻ അയക്കപ്പെടുന്നതിൽ നിന്ന് ഉത്ഭവിച്ച ദുരിതങ്ങളെന്ന ഊർജ പരിവർത്തനാനുഭവങ്ങൾ നിമിത്തമായി അവരുടെ മുൻ പരിചയത്തിൽപ്പെട്ടിരുന്നതും എന്നാൽ എടുത്തുപയോഗിക്കാൻ ശ്രമിക്കാതിരുന്നതുമായ യേശുവിന്റെ സമാധാനത്തിൻ്റെതും സ്നേഹത്തിൻ്റെതും സഹകരണത്തിൻ്റെതുമായ ജീവിത സങ്കല്പങ്ങൾ പ്രാവർത്തികമാക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരുന്നു. ഇതിലൂടെ മനസ്സിന്റെ ദിശാബോധം മുമ്പത്തേതിൽ നിന്ന് വ്യതിചലിക്കുകയും ക്രിമിനൽ സ്വഭാവത്തിൻ്റെതായ വിചാരഗതിയിൽ നിന്ന് പരിവർത്തിതമായി ജീവനെ സംബന്ധിക്കുന്ന എന്തിനേയും സൃഷ്ടിക്കാനും പരിപോഷിപ്പിക്കാനും പ്രാപ്തമാവുന്ന കർമ്മശേഷിയുള്ള ആചാര്യചിന്തയോട് ചേരുന്ന സ്ഥിതിയുമുണ്ടാവുന്നു. ആചാര്യചിന്തയെ പിന്തുടർന്ന് പരിവർത്തിതമായ മനസ്സിന്റെ ലക്ഷ്യബോധം മുമ്പത്തേതിന് വിപരീതമായി ക്രിയാത്മകവും സാമൂഹികവും ആയി മാറി പ്രവർത്തിച്ചതിലൂടെ ക്രമേണ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ ആ ജനത പ്രാപ്തരായി വരികയും ചെയ്തു. ഇവിധം ഉയർന്ന കർമ്മശേഷിയുടേതായ കുറ്റവാളികളും സാഹസികരും അന്വേഷകരുമായ ജനതയ്ക്ക് മറ്റാരേക്കാളും എല്ലാ അർത്ഥത്തിലും മുമ്പിൽ വരുന്നതിന് പ്രവർത്തനത്തിലും ചിന്തയിലും വരുത്തിയ മാറ്റങ്ങൾ മുഖാന്തരം തലമുറകൾ കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഒരു ജീവൻ ചിന്താശേഷിയിൽ മുമ്പിലായിരുന്നാൽ തന്നെ കർമ്മശേഷിയിൽ പിന്നിലായിരിക്കുന്ന പക്ഷം അനുഭവ ഗുണമില്ലാത്തതും ലക്ഷ്യത്തോളം എത്താനാവാത്തതും പ്രവർത്തനങ്ങൾ ഫലവത്താകാത്തതുമായ അവസ്ഥയിൽ നിൽക്കുന്നതിന് മാത്രം കഴിയുന്നതായി വരുന്നു. അന്നോളമുള്ള നിരവധി ജന്മങ്ങളിൽ നിന്ന് നേടുന്ന പ്രവർത്തന യോഗ്യത എന്ന സൂക്ഷ്മ സമ്പാദ്യത്തെ അനർഹർക്ക് കൊടുക്കുന്നതുകൊണ്ടും സ്വന്തം ശേഷി തന്നെ ഉപയോഗിച്ച് മറ്റുള്ള ജീവനുകളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന പിടിച്ചു പറിക്കപ്പെട്ട മനസ്സുകളുടെ വിരുദ്ധ സങ്കല്പത്തിന്റെ ശേഷിക്ക് ആനുപാതികമായും മേൽപ്പറഞ്ഞ ദുരവസ്ഥ ജീവന് സംഭവിക്കുന്നതായി വരുന്നു. ജീവൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് നേടുന്ന മൂല്യങ്ങളും ശേഷികളും അനർഹർക്ക് പ്രയോജനകരമാവും വിധം വിനിയോഗിക്കുന്നതിലൂടെ കൊടുക്കുന്ന ജീവന്റെ യോഗ്യതകൾ എന്ന കാരണോർജ സംഭരിതാവസ്ഥ നഷ്ടപ്പെടുത്തുക എന്നതായി സംഭവിക്കുന്നു. പോയ കാലങ്ങളിലെ ശ്രേഷ്ഠതയുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയുടെ സൂക്ഷ്മ യോഗ്യതകൾ സംഭരിത ശക്തിയായി തീർന്നു സംഭവിക്കുന്ന പുണ്യം നിറയുന്ന ജീവനുകൾക്ക് മാത്രമേ ഭൗതിക സമ്പാദ്യം എന്ന് പറയാവുന്ന നേട്ടങ്ങൾ ഉള്ളതായിരിക്കാൻ കഴിയുന്നുള്ളൂ. ഊർജ വൈവിധ്യ സംഗമ വൈഭവമായി അദൃശ്യാവസ്ഥയിൽ നിലകൊള്ളുന്ന ജീവൻ പ്രവർത്തിക്കുന്നത് ശരീരം മുഖാന്തരം ആയതുപോലെ ജീവനിൽ നിറഞ്ഞു നിൽക്കുന്ന കർമ്മശേഷിയുടെയും പുണ്യത്തിൻ്റെയും പരിണത രൂപമാണ് അധികാരവും സമ്പത്തും പദവികളും മറ്റുമായി അനുഭവത്തിൽ വരുന്നത്.
അധ്വാനമെന്നോ അറിവെന്നോ അനുകൂലമായ മനോനിലയെന്നോ ഒക്കെ പരിഗണിക്കാവുന്ന തത്തുല്യ മൂല്യം സ്വീകരിക്കാതെ നിക്ഷിപ്ത പുണ്യത്തിൽ നിന്ന് യോഗ്യതയില്ലാത്ത ജീവന് കൊടുക്കുന്നതിലൂടെ സ്വന്തം സമ്പാദ്യമാവുന്ന ജീവശേഷിയെ ഫലത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നതായാണ് വരുന്നത്. തൽഫലമായി ജീവന്റെ തുടർകാലങ്ങളിൽ ബുദ്ധിശക്തിയും അറിവും സാഹസികതയും ലക്ഷ്യബോധവുമൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും അറിവിനും സാഹസത്തിനും പ്രവൃത്തിക്കുമൊത്ത ഫലങ്ങൾ ലഭിക്കാത്ത അനുഭവം സംഭവിക്കുകയും ചെയ്യുന്നു. ശേഷിയുള്ള ജീവനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവനുകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പക്ഷം ആ പ്രവർത്തന സംയുക്തത എന്ന ഊർജവിനിമയം സ്വന്തം ജീവന്റെയും യോഗ്യതാ വികാസം തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. ഉയർന്ന നിലവാരമുള്ള ഒരു ജീവൻ കായികാധ്വാനമാകുന്ന പ്രവർത്തനമൊന്നും ചെയ്യാതെ തന്നെ മനോവ്യാപാരങ്ങൾ എന്ന നിയന്ത്രണശേഷിയുടെ തുടർവിനിമയത്തിലൂടെ പ്രവർത്തനശേഷിയുടെ സംഭരിതാവസ്ഥയായി തുടരെ വികസിതമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഉയർന്ന അവസ്ഥയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജീവനുകൾ പ്രവൃത്തികളിലൂടെ നേടുന്നതുകൊണ്ട് സ്വന്തം ജീവന്റെ ശേഷി വളർത്തുന്നതായും വരുന്നു. പ്രപഞ്ചം വികസിക്കുന്നതുപോലെയും പ്രവർത്തനതരമായി ശക്തമാവുന്നതുപോലെയും അവസ്ഥാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ച് ഏത് രൂപത്തിലും എന്തുമായിരിക്കാൻ കഴിവുള്ള ജീവനും മനസ്സും പ്രവൃത്തികളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും തുടരെ വികസിതമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഊർജവൈവിധ്യ സംഗമ വൈഭവമായ ജീവന് രൂപതരമായി തീരുന്നതിനും തുടർന്ന് മനുഷ്യൻ എന്ന അവസ്ഥ വരെ എത്തുന്നതിനും മാധ്യമമായി തീർന്ന ഊർജത്തിന്റെ ഭാവവൈവിധ്യങ്ങളുടെ തുടർവിനിമയത്തിലൂടെ തന്നെ ജീവന്റെയും മനസ്സിന്റെയും വികസന തുടർച്ച സംഭവിക്കുകയും ചെയ്യുന്നു. ജീവപ്രവർത്തനത്തിന്റെ താത്വിക സൂക്ഷ്മ വശങ്ങളെ ഇത്തരത്തിൽ കണ്ടു മുന്നേറുമ്പോൾ മനസ്സിലാക്കാനാവുന്നത് മുമ്പേ പ്രവർത്തിച്ചതിനൊപ്പം വന്ന സങ്കല്പങ്ങളുടെ ദുഷിപ്പ് ബാധിക്കാത്ത ഒരു അനുഭവ ഗുണം അമേരിക്ക എന്ന പുതുമണ്ണിന് ഉണ്ടായിരുന്നുവെന്നാണ്. ശക്തമായ സങ്കല്പത്തിന്റെ മോശമായ പ്രവൃത്തികളിലൂടെ മണ്ണിനും അന്തരീക്ഷത്തിനും യോഗ്യത എന്ന പുണ്യം നശിക്കുന്നതും വിനാശകരം ആയിത്തീരുന്നതുമാണ്. പുണ്യം നശിച്ചാലുണ്ടാവുന്ന പാപശക്തി എന്ന അവസ്ഥയുള്ളിടത്തെ ജീവിതം അധപ്പതിച്ചതും പുരോഗമനമില്ലാത്തതും ഒക്കെ ആയിത്തീരുകയും ചെയ്യുന്നു. വികാരങ്ങളും അത് മുഖാന്തരമുള്ള പ്രവൃത്തികളും നിമിത്തം ശരീരം ആരോഗ്യമുള്ളതും അനാരോഗ്യം ബാധിച്ചതും ഒക്കെ ആയിത്തീരുന്നത് പോലെ തന്നെ ഏറ്റവും സങ്കീർണ സൂക്ഷ്മാവസ്ഥ പേറുന്ന ഊർജം എന്ന സങ്കല്പങ്ങളും അത് മുഖാന്തരമുള്ള പ്രവർത്തനങ്ങളും ഒരു ജീവനോ സമൂഹമോ വസിക്കുന്നിടത്തെ മണ്ണിനും അന്തരീക്ഷത്തിനും നന്മയുടേതോ തിന്മയുടേതോ ആയ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നത് ആവാതിരിക്കാനും കഴിയുകയില്ല. എല്ലാറ്റിനെയും ജനിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും മാറ്റിമറിക്കുന്നതുമായ കാരണശേഷി എന്നത് സങ്കല്പം ആയതുകൊണ്ട് പുതുഭൂമിയിൽ എത്തിയപ്പോൾ കർമ്മശേഷിയുടെ സംഗമ പ്രവർത്തനവും യേശുമാർഗത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ബോധവും ചേർന്ന കുടിയേറ്റക്കാർ എന്ന അമേരിക്കൻ ജനത ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ തക്ക പ്രാപ്തിയിലേക്ക് വളർന്നെത്തുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ വിനിമയത്തിലൂടെ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതാകട്ടെ ശരീരം എന്ന സ്ഥൂലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനായി ഉപയോഗപ്പെടുത്തിയത് ജീവന്റെ വളർച്ചയെ ലക്ഷ്യമാക്കാത്ത സങ്കല്പങ്ങളുമായിരുന്നു. ജീവന്റെയും മനസ്സിന്റെയും തുടർ വികസനത്തിന് ഉതകും വിധം സങ്കല്പോർജം ലഭിക്കുന്നതിന് തക്ക വിധമുള്ള കാലങ്ങളെ കടന്നു കാണുന്ന ഏതെങ്കിലും ഒരു സങ്കല്പശേഷിയെ ആശ്രയിക്കാതെ ഭൗതിക ലക്ഷ്യം വെച്ച് മാത്രമുള്ള അധ്വാനത്തിന് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചു എന്നതിന്റെ പരിണതിയായി തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന കമ്മ്യൂണിസ്റ്റ് ലോകസങ്കല്പം തകർന്നു പോവുകയും ചെയ്തു. അല്പമാത്ര സങ്കല്പശേഷി പ്രാപ്തമായിരുന്ന മനസ്സുകൾ ലക്ഷ്യം വെച്ചത് യേശു എന്ന ഉജ്ജ്വല മനസ്സിനെ പ്രാപിച്ച് സാധ്യമാക്കാവുന്ന ധനവും ഐശ്വര്യവും ശാസ്ത്രബോധവും അധികാരവും ഒക്കെ ആയിരുന്നു എന്നാണ് അമേരിക്കയും മറ്റ് പ്രമുഖ
ക്രൈസ്തവ രാജ്യങ്ങളും എത്തി നിൽക്കുന്ന അവസ്ഥ കാണിക്കുന്നത്. ജീവൻ, മനസ്സ് എന്നിങ്ങനെയുള്ള ധനവും അധികാരവും ശാസ്ത്രബോധവും ഐശ്വര്യവും സൃഷ്ടിക്കുന്ന കാരണമായിരിക്കുന്ന പൊരുളിനെ വളരെയൊന്നും തിരിച്ചറിയാൻ സ്ഥൂലാവസ്ഥയിലെ നേട്ടങ്ങൾ ഏറെ ഉണ്ടാക്കിയെങ്കിലും വികസിത സംസ്കാരം എന്ന ആ ജീവസമൂഹങ്ങൾക്ക് സാധിക്കാതെ വരികയും ചെയ്തു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്.